കർഷകർക്കായി ന്യൂട്രീഷൻ സ്റ്റിക്ക് വിപണിയിൽ എത്തിച്ച് കാസർഗോഡ് പടന്നക്കാട് കാർഷിക കോളേജ് 11 മൂലകങ്ങൾ അടങ്ങിയ വളച്ചോക്ക് കാർഷിക കോളേജിലെ മണ്ണുശാസ്ത്ര വിഭാഗമാണ് നിർമ്മിക്കുന്നത്. 1,00,000 വളച്ചോക്കുകളാണ് ഇത്തവണ നിർമ്മിക്കുന്നത്. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, കാൽസ്യം, സൾഫർ, മഗ്നീഷ്യം തുടങ്ങി 11 മൂലകങ്ങൾ അടങ്ങിയതാണ് ന്യൂട്രീഷൻ സ്റ്റിക്ക് അഥവാ വളച്ചോക്കുകൾ. 25 ഗ്രാം തൂക്കമുള്ളതാണ് ചോക്കുകൾ. പച്ചക്കറി വിളവ് വർദ്ധിപ്പിക്കാൻ വളച്ചോക്കുകൾ സഹായിക്കും. പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ 2 വീതം ചോക്കുകൾ ഉപയോഗിച്ചാൽ മികച്ച വിളവ് ലഭിക്കും. ആദ്യ വളച്ചോക്ക് മണ്ണിലേക്ക് താഴ്ത്തിവെച്ച ശേഷം 35 ദിവസം പിന്നിടുമ്പോഴാണ് രണ്ടാമത്തെ വളച്ചോക്ക് ഉപയോഗിക്കേണ്ടത്. മട്ടുപ്പാവ് കൃഷി നടത്തുന്നവരാണ് വളച്ചോക്കുകൾ കൂടുതലായും കൊണ്ടുപോകുന്നത്. സിറ്റികളിലൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് ഒന്നിനും സമയമില്ല. അപ്പോൾ അവരാണെങ്കിൽ പൊതുവെ അവർ ടെറസിലാണ് കൃഷി ചെയ്യുന്നത്. നമുക്ക് കർഷകരെ പോലെ അവർക്ക് വളക്കടയിൽ പോയി വളം വാങ്ങിക്കാനോ അങ്ങനെയൊന്നും സമയമില്ല. അപ്പം എങ്ങനെ നമുക്ക് അവർക്കൊരു പോഷക മൂല്യങ്ങളുള്ള ഒരു എന്തെങ്കിലും ഒരു വളക്കൂട്ട് രൂപകൽപ്പന ചെയ്യാം എന്നുള്ളൊരു ആശയത്തിലാണ് ഒരു PG ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് 11 മൂലകങ്ങളും കൃത്യമായ അനുപാതത്തിൽ നമുക്ക് ഇതിൽ ലയിപ്പിച്ച് അങ്ങനെ ഒരു ചോക്ക് രൂപത്തിൽ എത്തിക്കാൻ സാധിച്ചത്. ബിരുദാനന്തര ബിരുദ ഗവേഷണത്തിന്റെ ഭാഗമായി പടന്നക്കാട് കാർഷിക കോളേജിലെ മണ്ണുശാസ്ത്ര വിഭാഗം 4 വർഷം മുമ്പാണ് വളച്ചോക്ക് വികസിപ്പിച്ചെടുത്തത്. എല്ലാ മൂലകങ്ങളും കൃത്യമായ രീതിയിൽ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു വളമാണ് ഈ വളച്ചോക്ക് എന്ന് പറയുന്നത്. അത് നമുക്ക് ഒരു ചെടിക്ക് വേണ്ടി 1-2 പ്രാവശ്യമായിട്ട് ചട്ടിയുടെ സൈഡിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ മൂലകങ്ങളും കിട്ടുമെന്നുള്ളതാണ് ഈ വളച്ചോക്കിന്റെ ഉപയോഗം. ഇപ്പൊ ചാണകം എന്ന് പറയുന്നത് ജൈവവളമാണല്ലോ. അതിപ്പോൾ നമ്മൾ അത് ജൈവവളമായിട്ട് നമ്മൾ കൊടുക്കുന്നത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ രാസവളങ്ങൾ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ചെടികൾക്ക് വേണ്ട അളവിൽ കൊടുക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. അത് കൃത്യമായ അനുപാതത്തിൽ കൊടുക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് വളച്ചോക്കിന്റെ ഒരു ഗുണമെന്ന് പറയുന്നത്. വളച്ചോക്ക് ഒന്നിന് 5 രൂപയാണ് വില. മുളക്, തക്കാളി, വെണ്ട, പാവൽ, വഴുതന, ക്യാബേജ് തുടങ്ങിയ കൃഷികൾക്ക് അനുയോജ്യമാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ന്യൂട്രീഷൻ സ്റ്റിക്കിന് ആവശ്യക്കാരെത്തുന്നുണ്ട്. കൈരളി ന്യൂസ്, കാസർഗോഡ്.